നമസ്കാരം. ടി ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ അത് സ്വീകരിക്കുക, അല്ലാത്തവർ അത് വിട്ടുകളയുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ അതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്നാണ്. അപ്പോൾ അതിനുള്ള ടാരോ നമുക്ക് വ്യക്തമായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ല ബലം കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന്, മനസ്സിനെ മെരുക്കിയെടുക്കുക. മനസ്സ് നമ്മുടെ കൈവിട്ട് പോകാതെ എപ്പോഴും അത് നിലനിർത്തി നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നാണ്. അതായത് നിങ്ങൾക്ക് പലരിൽ നിന്നും മുറിവേറ്റിട്ടുണ്ട്. മുറിവേറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രണയബന്ധത്തിലാകാം, മറ്റ് ബന്ധങ്ങളിലാവാം. നിങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളും മനസ്സിൻ്റെ വേദന കൊണ്ട് നിങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട്. ലൈഫിൽ ഒരുപാട് ത്യാഗം അനുഷ്ഠിച്ച വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനകളും ഒരുപാടുണ്ടാവും. അവയൊക്കെ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ മാനസികാവസ്ഥ ശരിയായാൽ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഈ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വികാരങ്ങളും നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് മനസ്സ് വേദനിച്ച് മറ്റുള്ളവർ വേദനിപ്പിച്ച് നിങ്ങളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് അവിടുന്ന് ഒരു മാറ്റമില്ലാത്ത പോലെ അങ്ങനെ നിങ്ങൾ തുടരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണ്. എന്ത് മാറ്റമാണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ മാറ്റമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ യത്നിക്കണം. മാനസികമായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല മോചനം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു യാത്രയ്ക്കുള്ള സാധ്യതകളും ആ യാത്ര മുഖേന നേട്ടങ്ങളും ഒക്കെ വരുന്നതായിട്ട് കാർഡ്സ് സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് തീരും. മാനസികമായിട്ടൊരു വ്യക്തിയായിട്ട്, പുതിയൊരു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് പുറമേ ഉള്ള കാര്യങ്ങളിലെല്ലാം മാറ്റം അനുഭവപ്പെടുക. മാനസികമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് പലതും നേടാൻ സാധിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ നീക്കി വെച്ച് വിഷമിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം വൈകാതെ വരും. അതിൽ നിന്ന് വന്നു കഴിഞ്ഞാലുള്ള നേട്ടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ധനപരമായിട്ട് മെച്ചപ്പെടുകയും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം. അതായത് നിങ്ങളുടെ ഒരു കാലഘട്ടം, ഒരു മോശ കാലഘട്ടം അവസാനിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. ഇവിടം തൊട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഉയർച്ചയാണ് ഉണ്ടാവുക. എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ. നന്മയുണ്ടാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്.